531 എത്ര പറഞ്ഞു? 531. എന്നാ ഗൂഗിൾ പേ ചെയ്യാം. എടാ ഗൂഗിൾ പേ പോണില്ല, സെർവർ കംപ്ലൈന്റ് വന്നു. പൈസ ഇല്ലേ കയ്യില്? പൈസ 500 ഉള്ളല്ലോ. 31. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിന് സാധനം കുറച്ചാണ്. നിങ്ങളൊരു ആവശ്യത്തിന് പെരേക്ക് എടുത്ത സാധനമല്ലേ, അത് ഇനി തിരിച്ചു വെക്കണ്ട. നിങ്ങൾ 500 തന്നാളേ, എന്നിട്ട് ബാക്കി 31 നിങ്ങൾ പിന്നെ പ്ലേ കൊടുത്താൽ മതി. ഞാനേ കുറച്ച് ദൂരത്തുനിന്ന് വരികയാണ്, എൻ്റെ കമ്പനീൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ പോയപ്പോൾ സാധനം വാങ്ങി പോയിട്ട് ഞാൻ കയറിയാണ്. ഞാൻ ഇനി എപ്പോഴാണ് അങ്ങോട്ട് വരികയെന്ന് പറയാൻ പറ്റില്ല. അത് കുഴപ്പമില്ല കാക്ക, നിങ്ങൾ എപ്പോഴും വരുമ്പോൾ തന്നാൽ മതി. എന്നാ ശരി. എന്താ പ്രശ്നം? അത് മൂപ്പരെ കുറച്ച് സാധനം എടുത്തു. 531 റുപ്യ ബില്ലുണ്ട്. അപ്പൊ അതിലെ മൂപ്പരെ കയ്യിൽ 500 ഉള്ളൂ, ഗൂഗിൾ പേ വർക്ക് ചെയ്യണില്ല. അപ്പൊ 31 റുപ്യ ഞാൻ പിന്നെ തന്നാൽ മതി പറഞ്ഞ് മൂപ്പര് പോവാണ്. ഇന്നോട് ചോദിക്കാതെ എങ്ങനെ ചങ്ങയ്ക്ക് പൈസ ഒഴിവാക്കി കൊടുക്കണേ? മലയാളി, ഞാനാ മലയാളി. അതിപ്പോ ഒരാൾ സാധനം വാങ്ങിയാണ്ട് മൂപ്പരത്ത് ഇല്ലാതാവുമ്പോ ഞാൻ എന്ത് ചെയ്യാം? ഇതൊക്കെ വെറുതെ കിട്ടുന്ന മുതലല്ല, ഇതൊക്കെ പൈസ കൊടുക്കുന്ന മുതലാണ്. അതിന്റെ ശമ്പളത്തിന് കട്ടാക്കിയാളേ. ഇതെന്റെ സ്ഥിര ഏർപ്പാടാണ്, ആൾക്കാർക്ക് പൈസ ഒഴിവാക്കി കൊടുക്കല്. ഇജിന്റെ കടയിൽ നിന്നിട്ട് ഇറങ്ങിക്കളാം. ഇങ്ങനത്തെ പണിക്കാരെ എനിക്ക് വേണ്ട. പൈസ മേശിക്കട്ടെ. അവന്റെ സ്ഥിരം പരിപാടി തന്നെ ആൾക്കാർക്ക് പൈസ കുറച്ച് കൊടുക്കുക, ആൾക്കാരുടെ ഇടയിൽ വയ്യാളാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ അവൻ്റെതാണ് കട എന്നാണ് തോന്നല്. അതന്നെ ഇന്നോടും കുറെ ആൾക്കാർ ചോദിച്ചേക്കണോ കടയിൽ പോകാനായിട്ട് പാർട്ട്ണർ ഉണ്ടാന്ന്. അവനെ പറഞ്ഞു വിട്ടതുകൊണ്ടേ അവന്റെ ഉങ്കാണ്ട് മാറി കിട്ടും. എന്താണ് എന്താ പറ്റി? എന്താ ടെൻഷനായിട്ട്? അത് കടിയത്തെ പള്ളി പോയി, കടി നിന്നെ ഒഴിവാക്കി. ഈ മാസം പേരന്റ് ലോണോ വേറെ 1-2 ലോണാണ്, വേറെ എല്ലാം കൊണ്ടിട്ട് വലിയൊരു ബുദ്ധിമുട്ടാണ്. അതിപ്പോ എന്താ കടയിൽ നിന്ന് ഒഴിവാക്കാൻ കാരണം? ഞാൻ കടയിൽ നിന്ന് ഒരാൾ സാധനം വാങ്ങിച്ചു. 531 റുപ്യ ബില്ലുണ്ടായോ. 500 റുപ്യ മൂപ്പര് തന്നു. മൂപ്പര് ബാക്കി ഗൂഗിൾ പേ ചെയ്യാനില്ല. അപ്പൊ ഈ 31 റുപ്യ ഞാൻ പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അതിന് മുതലാളി കടയ്ക്ക് കയറി വന്നു. അപ്പൊ മൂപ്പര് പിന്നെ ചൂടായി. എന്റെ കടന്റെ തീരുമാനം ഞാൻ എടുക്കല്, 31 റുപ്യ ഒഴിവാക്കാനെന്നൊക്കെ ചോദിച്ചാണ്ട് ഇനി ഇറക്കി വിട്ടു. അത് സാറില്ലടാ, പഠിച്ചോന്റെയും വഴി കാണിച്ചു തരും. അല്ല എന്താ പ്രശ്നം? ഞാൻ അപ്പോൾ ഇങ്ങനെ കേട്ട് വരികയാണ്. അപ്പൊ ഞാന് അവിടെ കടയിൽ നിങ്ങൾക്ക് 31 റുപ്യ ഒഴിവാക്കി തന്നില്ല, അവിടെ പിന്നെ തന്നാൽ മതി എന്നും പറഞ്ഞു, നമ്മൾ തരാമെന്നും പറഞ്ഞു. അപ്പൊ അതിന്റെ പേരിൽ മുതലാളി ചൂടായാണ്ട് കടയിൽ നിന്ന് ഒഴിവാക്കി. അല്ല അതിനെപ്പറ്റി ടെൻഷൻ എടുത്തിരിക്കണ്ടേ? എനിക്ക് പാടെ അത്ര സംഭവം. അവിടെ 15 റുപ്യ ശമ്പളം. ആയിക്കൊണ്ടല്ലേ പഠിച്ചോൻ കുഴപ്പമില്ലാന്നാണ്. പണ്ടൊക്കെ പഠിച്ചോൻ കാലങ്ങൾ കൊണ്ടേനും, ഇപ്പൊ പഠിച്ചോൻ അപ്പ കൊടുക്കും.